ഞാനിന്ന് സന്തോഷത്തിലാണ് കേട്ടോ. എന്താണെന്നറിയോ, ഞാനിന്ന് നമ്മുടെ എൻ്റെ കേരളം പ്രോഗ്രാം കാണാൻ പോയി. എൻ്റെ കേരളം എക്സിബിഷൻ കാണാൻ പോയി. വളരെ നല്ലൊരു എക്സിബിഷൻ. പ്രതീക്ഷിക്കാതെ ഒരു ഇൻ്റർവ്യൂവിനും കയറി നിൽക്കേണ്ടി വന്നു കേട്ടോ. മയക്ക് കയ്യിൽ കിട്ടിയപ്പോൾ ആകെ ഒരു വിക്കലും വെട്ടയിലുമായിപ്പോയി. സപ്ലൈക്കോയെ പറ്റി 2 വാക്ക് പറയണമെന്ന് പറഞ്ഞപ്പോഴേ പെട്ടെന്ന് നമുക്ക് എന്താ പറയുക, ഞാൻ അവിടുന്ന് സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്, എനിക്കിഷ്ടവുമാണ്. വേഗം നമുക്ക് പറയണമെന്ന് പറയുമ്പോൾ വാക്കുകളൊന്നും പെട്ടെന്ന് വരത്തില്ല. എന്തൊക്കെയോ പറഞ്ഞു കൂട്ടി. വരുമ്പോൾ നിങ്ങൾ കണ്ടോളൂ കേട്ടോ. ഏത് ചാനലിലായിരിക്കും വരുന്നതെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഒരു മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് അങ്ങനെ ഒന്ന് ഷൈൻ ചെയ്തു. അവസാനമൊന്നും എനിക്ക് കറക്റ്റായിട്ട് പറയാനും കഴിഞ്ഞില്ല. എൻ്റെ വാക്കുകളൊക്കെ ഒരുങ്ങിപ്പോയി. അത് നമ്മൾ എന്താ പറഞ്ഞ അപ്രതീക്ഷിതമായിട്ട് കിട്ടിയൊരു മൈക്കല്ലേ. അപ്പോൾ ഞാനിതൊന്നുമല്ല, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ 2-3 ചോദ്യങ്ങൾ ഇട്ട് തന്നിട്ട് ഞാൻ അങ്ങ് പോകും. ആലോചിക്കുക, ഉത്തരം പറയുക, തനിയെ കണ്ടെത്തിക്കൊള്ളുക, എന്നോട് പറയണമെന്നില്ല. മരുമകൾ സ്വന്തം മകനോട് വഴക്കിടുമ്പോൾ അമ്മായിയമ്മ മരുമകളോട് പറയുന്നൊരു ചോദ്യം എന്താണ് അറിയാമോ? ചോദിക്കുന്നത് എന്താണെന്ന് അറിയാമോ? നിൻ്റെ വീട്ടിൽ ഇങ്ങനെയാണോ? നീയേ നിൻ്റെ വീട്ടിലെ അമ്മേരെ അച്ഛൻ്റെ ജീവിതം കണ്ട് വളർന്ന് അതാണ് നീ ഇവിടെ വന്ന് കാണിക്കുന്നത് എന്ന് മരുമകളോട് പറയും. അതാണ് നീ ഇവിടെ വന്ന് കാണിക്കുന്നത് എന്ന് പറയും. അല്ലെങ്കിൽ അങ്ങനെ ഒരു ലൈഫ് നിൻ്റെ അമ്മ കണ്ടിട്ടുണ്ടാവില്ല, ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ലൈഫ് കണ്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് നീ ഇങ്ങനെ കാണിക്കുന്നതെന്ന് പറയും. ഇതേ പ്രവൃത്തി സ്വന്തം മകൾ ഭർത്താവിനോട് കാണിക്കുമ്പോൾ എന്തായിരിക്കും അമ്മയമ്മ പറയുക? എന്തായിരിക്കും പറയുക? ഇതേ വാചകം തന്നെയായിരിക്കും പറയുക. ആണോ? അവിടെ നയം വേറെയാണല്ലേ. 2 പേർക്കും 2 നയമാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാരോട് ഒരു ചോദ്യമാണ്. കേട്ടാൽ തമാശ തോന്നും, ഇഷ്ടക്കേട് കാണും, ഒക്കെ ഉണ്ടാവും. എന്നാലും കേട്ടോളൂ, ഉത്തരവും കണ്ടെത്തിക്കോളൂ. സ്വന്തം അച്ഛനും അമ്മയ്ക്കും വയ്യാതായാൽ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് കൊക്കിലൊതുങ്ങാത്ത ഹോസ്പിറ്റലുകളിലേക്ക് കൊണ്ടുപോകും. മനസ്സിലായില്ലേ? കയ്യിൽ കാശില്ലെങ്കിൽ കടം മേടിച്ചാണെങ്കിലും കൊണ്ട് അവിടെ ചികിത്സിക്കാൻ പോകും. ഭാര്യയ്ക്ക് വന്നാലോ അത്രയും ശ്രദ്ധ കൊടുക്കുമോ? അതിനൊരു 100 ന്യായീകരണങ്ങളും പറയും. തോന്നലായിരിക്കും, നിൻ്റെ തോന്നലായിരിക്കും, അങ്ങനെ